തൊഴിൽ മേഖലകളിലെ വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി മാർ അത്തനേഷ്യസ് ക്യാമ്പസുകളിൽ സെപ്റ്റംബർ 26 മുതൽ 28 വരെയാണ് ശാസ്ത്ര സാങ്കേതിക മത്സര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് യാന്ത്രികമായി പഠിക്കുന്ന രീതികൾ മാറ്റി ചിന്തിച്ച് പ്രായോഗികമായ ഒരു പഠനരീതി അവലംബിക്കണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. മനുഷ്യനില്ലാതെ തന്നെ പല ജോലികളും നടക്കാൻ പോകുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പതുക്കെ പിച്ചുവെച്ചെടുക്കുന്നത്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? അവിടെയാണ് നിങ്ങളുടെ ഈ സയൻസ് ഫെസ്റ്റിന്റെ ഇന്നത്തെ സയൻസ് ഫെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാൻ AG ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. മാർ അത്തനേഷ്യസ് സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നും നാടിനെന്നും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 70 വർഷങ്ങൾക്ക് മുൻപ് ദീർഘവീക്ഷണത്തോടെ മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ രൂപീകരിച്ച സ്ഥാപക സാരഥികളെയും യോഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ J. ഐസക്, മാർ അത്തനേഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ MK ബാബു, മാർ അത്തനേഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് എന്നിവർ സംസാരിച്ചു. 61 ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കൂടി തുടങ്ങാൻ അവരെടുത്ത തീരുമാനം ഇന്നത്തെ തലമുറയ്ക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം കാണുവാനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എത്തുന്നുണ്ട്. സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 25 ആരംഭിച്ച സയൻഷ്യ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ബോട്ടണി ലാബ് പരിശീലനവും മാത്തമാറ്റിക്സ് വിഭാഗത്തിന്റെ പസിൽ മത്സരവും നടന്നു. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നിരവധി മത്സരങ്ങളും മാർ അത്തനേഷ്യസ് ക്യാമ്പസുകളിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലത്തിന് ഇനി തിരക്കിന്റെ നാളുകൾ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ എൽദോ മാർ ബസലിയോസ് ബാവയുടെ 339 ഓർമ്മ പെരുന്നാളിന് കൊടികയറി. പ്രധാന പെരുന്നാൾ ഒക്ടോബർ 2, 3, 4 തീയതികളിൽ.